ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ പരസ്യം കൊടുത്തു, എൻ്റെ തലയിൽ പരസ്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എനിക്കൊരു പരസ്യം കിട്ടിയതാ, നല്ല തുകയ്ക്ക് പരസ്യം. ഹലോ നമസ്കാരം, ഞാൻ ഷഫീഖ്. 70mm വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വ്ളോഗില് ഒരു സ്റ്റോറിയാണ്, വേറെ ആരുടെ സ്റ്റോറി അല്ല, എൻ്റെ തന്നെ സ്റ്റോറിയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, എൻ്റെ കഷണ്ടിത്തലയിൽ ആർക്കും പരസ്യം ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചൊരു വ്യക്തിയാണ്. ഏതാണ്ട് കോളേജ് കാലഘട്ടം മുതലേ എനിക്ക് കഷണ്ടിത്തലയുണ്ട്. അന്ന് മുതലേ കഷണ്ടി ആണ് അല്ലെങ്കിൽ മൊട്ടത്തലയനാണ് എന്നുള്ള പരിഹാസങ്ങളൊക്കെ തമാശ രൂപേണയെങ്കിലും കൂട്ടുകാരുടെ ഭാഗത്ത് നിന്ന് കേട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ബോഡി ഷെയ്മിംഗ് ഒക്കെ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളും പിള്ളേരും ഒക്കെ അവെയർ ആണ്, എന്തുകൊണ്ട് ഇങ്ങനെ കളിയാക്കപ്പെടരുത് അല്ലെങ്കിൽ ഇങ്ങനെ മോശമായിട്ട് ഒരാളോട് സംസാരിക്കരുത് എന്നൊക്കെയുള്ള കാര്യത്തിൽ വളരെയധികം സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, നല്ലത് തന്നെ. പക്ഷെ എൻ്റെ കൂട്ടുകാരൊക്കെ അതൊക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള തമാശകളായിട്ട് മാത്രമേ ഞാനത് കാണുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഈ കഷണ്ടി എപ്പോഴും മറയ്ക്കണം, ഒന്നെങ്കിൽ തൊപ്പി വെക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹെയർ ഫിക്സ് ചെയ്യണം. ഇങ്ങനെയുള്ള പല ചിന്തകളിലൂടെയും നമ്മൾ കടന്നു പോകാറുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു കഷണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൂടാ? ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ചിന്ത. അങ്ങനെ ഞാൻ കുറെ ആലോചിച്ചു, എങ്ങനെ കഷണ്ടിത്തല പ്രയോജനപ്പെടുത്താൻ പറ്റും, കഷണ്ടിത്തല കൊണ്ട് 10 രൂപ ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം എല്ലാവരും 10 രൂപ മുടക്കുവാണ് ചെയ്യുന്നത് കഷണ്ടി മറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് എൻ്റെ മനസ്സിലൊരു പരസ്യം വന്നത്, എന്തുകൊണ്ട് കഷണ്ടിത്തലയിൽ പരസ്യങ്ങൾ ചെയ്തുകൂടാ? പക്ഷെ ഈ ഒരു ഐഡിയക്ക് എത്രത്തോളം ഇവിടെ പ്രസക്തി അല്ലെങ്കിൽ എത്രത്തോളം വെൽക്കമിങ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാനതൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആയിട്ടുണ്ട്. പലരും എന്നോട് ചോദിച്ചത് വൈറലാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. വൈറലാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ? ആണെങ്കിലും അല്ലെങ്കിലും ആ പോസ്റ്റ് വൈറലായി. എന്തായാലും അത് ഇന്ത്യൻ എക്സ്പ്രസിൽ ഓൾ ഇന്ത്യ കവറേജ് ആയിട്ട് വന്നു. അതുപോലെ തന്നെ മീഡിയ വൺ, മാധ്യമം, അങ്ങനെ പല മീഡിയാസിലും എന്താ പറയുക, ആലപ്പുഴ സ്വദേശിയായ യുവാവ് കഷണ്ടിത്തലയിൽ പരസ്യങ്ങൾ പതിക്കാനായിട്ട് ട്രെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ന്യൂസുകൾ വന്നു. അതിന്റെ കൂട്ടത്തിൽ പല ബ്രാൻഡുകളും എന്നെ, ചെറുതും വലുതുമായിട്ടുള്ള പല ബ്രാൻഡുകളും എന്നെ കോണ്ടാക്ട് ചെയ്തു. പക്ഷേ എനിക്ക് ആപ്റ്റെന്ന് തോന്നിയ ഒരു ബ്രാൻഡുമായിട്ട് ഞാനൊരു കരാർ ഒപ്പിട്ടു. അത് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത വലിയൊരു തുകയ്ക്കാണ് ആ ഒരു ഓഫർ ഞാൻ സ്വീകരിച്ചത്. ലാ ഡെൻസിറ്റ എന്ന് പറയുന്ന ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കാണ്. അവർ കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കോഴിക്കോടുണ്ട്. നല്ലൊരു തുക ഓഫർ ചെയ്തുകൊണ്ട് അവരെന്റെ തലയിൽ പരസ്യം ചെയ്യാനായിട്ടുള്ള കരാറിൽ ഒപ്പിട്ടു.